ഇന്നലെ ഇരിക്കാൻ കൊട്ട കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഉള്ളിക്കൊട്ടയിൽ കയറിയിരുന്ന ഭൂമിക്കുട്ടി കണ്ടിട്ട് കുറേ പേര് പറഞ്ഞു കേട്ടോ, ഭൂമിക്കുട്ടിക്ക് ഒരു വലിയ കൊട്ടയാണ് വേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇതാ ഭൂമിക്കുട്ടിക്ക് ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കൊട്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുവരെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ കൊട്ടയാണ് കേട്ടോ. അപ്പോൾ ഈ ഭൂമിക്കുട്ടിയുടെ വിചാരം ഭൂമിക്കുട്ടിയുടെ സ്വന്തം കൊട്ടയാണ് എന്നാണ് കേട്ടോ. ഇടയ്ക്ക് ഞാനിതിങ്ങനെ എടുത്തു കൊടുക്കും, ഭൂമിക്കുട്ടി അതിൽ കയറിയിരിക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഭൂമിക്കുട്ടി ഇന്ന് ആ കൊട്ടയിൽ കയറിയിരുന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നക്കി തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവളുടെ ചെമ്പകപ്പൂമീനൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഈ കൊട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ കൊട്ടയിലിരിക്കും. അപ്പോൾ ഒരു വലിയ കളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ കൊട്ടയിൽ കിടന്നിട്ട് ആദ്യം കിട്ടിയ സമയത്ത് ഭയങ്കര മലക്കം മറിച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. കൊട്ടേനെ ഇങ്ങോട്ടിട്ടിട്ടും കൊട്ടയുടെ അടിയിലിരുന്നിട്ടും അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇരുന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ പീക്കിരിക്കുട്ടൻ വന്നിട്ട്, ഓ ഇതെന്താ കൊട്ടയിലൊക്കെ കയറിയിരിക്കുന്ന ബൊമ്മി മേമ എന്നൊക്കെ പറഞ്ഞിട്ട് പീക്കിരിക്കുട്ടൻ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബൊമ്മി ഇറങ്ങി. ഇപ്പോൾ ഇതാ പീക്കിരിക്കുട്ടൻ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് നോക്കുകയാണ് കേട്ടോ. പക്ഷെ പീക്കിരിക്കുട്ടനൊരു പേടി, ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ എന്നെ അടച്ചിട്ടിട്ട് എങ്ങനെയും കൊണ്ടുപോകുന്നൊരു പേടി കേട്ടോ. അല്ലെങ്കിൽ എന്തിനാ ബൊമ്മിമേമ ഇപ്പോൾ കൊട്ടേന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ ആലോചിച്ചിട്ട് പീക്കിരിക്കുട്ടൻ പോയിട്ട് ബൊമ്മിമേമോട് പോയി ചോദിക്കുകയാണ് കേട്ടോ, എന്തിനാ കൊട്ടേന്ന് ഇറങ്ങി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും അപകടം ഉണ്ടോ എന്ന്. അപ്പോൾ ഒന്ന് പോടെ ചെക്കാന്ന് പറഞ്ഞു കേട്ടോ. ബൊമ്മിമേമ ഒന്ന് പോടെ ചെക്കാൻ, ഞാൻ ഇവിടെ ഒന്ന് സ്വൈര്യമായിട്ട് കിടക്കട്ടെ പറഞ്ഞു. അപ്പോൾ പീക്കിരിക്കുട്ടന് വിഷമമായിട്ട് പീക്കിരിക്കുട്ടതാ നടന്നു പോവാണ് കേട്ടോ. കൊട്ടയും വേണ്ട, ഭൂമിമേമയും വേണ്ട, എൻ്റെ ബബ്ലു കുട്ടേട്ടൻ എവിടെ ചോദിച്ചിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ചമ്പിക്കുട്ടി വന്നിട്ട് കൊട്ടയ്ക്കൊന്ന് മണത്ത് നോക്കുകയാണ്. അപ്പോഴേക്കും ചമ്പിക്കുട്ടിക്ക് പേടിയായി, കാരണം ചമ്പിക്കുട്ടീനെ സർജറി ചെയ്യാനും ഈ കൊട്ടയിലാണ് കൊണ്ടുപോയത്. അപ്പോൾ ചമ്പിക്കുട്ടിക്ക് പേടിയായി കേട്ടോ, ഇനി കൊട്ടയെങ്ങാനും അടച്ചിട്ട് എന്നെ ഇനിയും സർജറി ചെയ്യാൻ രണ്ടാമതും പ്രസവം നിർത്താൻ കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ട് വേഗം കൊട്ടേനെ ചാടി ഇറങ്ങിപ്പോയി കേട്ടോ.